സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് വരുത്തുന്ന 4 മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. ഒന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മുടെ സഹസ്ഥാപകരുമായിട്ട് ഫൗണ്ടേഴ്സുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അവകാശങ്ങളെക്കുറിച്ച്, ഓഹരി എങ്ങനെ വിതരണം ചെയ്യണം എന്നതിനെക്കുറിച്ച്, ടെർമിനേഷൻ എങ്ങനെയാവണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നൊരു ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ് അത് നിർബന്ധമാണ്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി അത് രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഒരു LLP ഒക്കെ ആയിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ തന്നെ അവർ വർദ്ധിക്കും. മാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വിശ്വാസ്യത കൂടുകയും ചെയ്യും. മൂന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ IPR സംരക്ഷിക്കാതെ നമ്മുടെ ബ്രാൻഡ് നമ്മൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പ്രൊമോഷൻ നടത്തിയിട്ടും അഡ്വർടൈസിങ് ചെയ്തിട്ടും നമ്മുടെ ബ്രാൻഡിൻ്റെ പേരും വാല്യൂ ഒക്കെ നമ്മൾ ഒരുപാട് വർദ്ധിപ്പിച്ചു, വികസിപ്പിച്ചു. പക്ഷെ നമ്മൾ എന്താക്കിയിട്ടില്ല, നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നമ്മൾ സംരക്ഷിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ ഭാവിയിൽ നമ്മുടെ പേരോ ലോഗോയോ ഡിസൈനോ മറ്റൊരാൾ എടുത്താൽ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളൊരു കറണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് പകരമായിട്ട് സേവിങ്സ് അക്കൗണ്ടിൽ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളത് വലിയൊരു മിസ്റ്റേക്കാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ കോർപ്പറേറ്റ് വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് NFBI കോർപ്പറേറ്റ് ലീഗൽ സൊല്യൂഷൻസ് ഒക്കെ പ്രവർത്തിക്കുന്നത്.